ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് 2 പേർ. വനിതാ സംവരണത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും വാചകമടിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പറയണം. സ്ത്രീകൾക്ക് ഇത് മതി എന്നാണോ? പ്രധാന വാർത്തകൾ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി. കടത്തിലിറങ്ങും മുൻപ് മതസാമുദായിക നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കി LDF UDF സ്ഥാനാർത്ഥികൾ. വയനാട്ടിൽ MI ഷാനവാസിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. UDF കണ്ണൂർ മണ്ഡലം കൺവെൻഷനിൽ AP അബ്ദുള്ളക്കുട്ടിക്ക് വിലക്ക്. JDSന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. നരേന്ദ്രമോദിക്ക് മത്സരിക്കാൻ മണ്ഡലം കണ്ടെത്താനാകാതെ BJP നേതൃത്വം കുഴങ്ങുന്നു. മോദിക്കായി തേടുന്നത് UPയിലെ സുരക്ഷിത മണ്ഡലം. കാന്തമാൽ കൂട്ടബലാത്സംഗ കേസിൽ 3 പേർ കുറ്റക്കാർ, 6 പേരെ വെറുതെ വിട്ടു. കവിയൂർ കേസിൽ CBIക്ക് കോടതിയുടെ രൂക്ഷ വിമർശം. അനഘയെ അച്ഛൻ പീഡിപ്പിച്ചെന്ന വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ മതിയായ തെളിവുകൾ ഹാജരാക്കണമെന്ന് കോടതി. അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി 28ലേക്ക് മാറ്റി. 4 തവണ ആവശ്യപ്പെട്ടിട്ടും മദനി ചികിത്സയ്ക്ക് വഴങ്ങിയില്ലെന്ന് കർണാടക സർക്കാർ. അമൃതാനന്ദമയിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നിയമ നടപടികളിൽ പ്രതീക്ഷയില്ലെന്നും ഗെയിൽ ട്രേഡ്വെൽ. അധികൃതർ അയക്കുന്ന കത്തുകളിൽ ഭീഷണിയുടെ സ്വരം. ആരോപണങ്ങൾക്ക് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയെന്ന് VHP നേതാവ് അശോക് സിംഗാൾ. ട്രെഡ്വെലിന്റെ പുസ്തകം നിരോധിക്കണമെന്നും സിംഗാൾ. വോട്ടർമാരിൽ പകുതിയിലധികവും വനിതകളാണെങ്കിലും 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പും പഴയതുപോലെ തന്നെ. വനിതാ പ്രാതിനിധ്യം നടപ്പാക്കാൻ എന്തുകൊണ്ട് UPA സർക്കാർ തയ്യാറായില്ല? 2010-ൽ രാജ്യസഭ പാസാക്കിയ ബിൽ വെളിച്ചം കാണാതെ ഈ തെരഞ്ഞെടുപ്പും കടന്നുപോകുമെന്ന് വനിതാ പ്രതിനിധികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ലോക്സഭയിൽ ഭൂരിപക്ഷത്തോടെ പാസാക്കാമായിരുന്ന വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ UPA സർക്കാർ മടിച്ചതെന്തിനാണെന്ന് CPIM രാജ്യസഭാംഗം TN സീമ ചോദിക്കുന്നു. നിയമത്തിന്റെ ബലത്തിൽ മാത്രമേ സ്ത്രീ സംവരണം നടപ്പിലാക്കാനാവുകയുള്ളൂ എന്നും TN സീമ പറഞ്ഞു. 16ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നത് വനിതാ സംവരണ ബിൽ പാസ്സാക്കുമെന്നുള്ളൊരു കാര്യത്തിലായിരുന്നു. മൊത്തത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളോട് കാണിച്ചൊരു വലിയ വഞ്ചനാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വനിതാ സംവരണ ബിൽ പാസ്സാക്കിയില്ല എന്നുള്ളത്. സിറ്റിംഗ് സീറ്റും വിജയ സാധ്യതയും നോക്കി പാർട്ടികൾ മത്സരിക്കുമ്പോൾ പഴയതുപോലെ തന്നെയായിരിക്കും വനിതാ പ്രാതിനിധ്യം ആവർത്തിക്കുകയെന്നും അവർ പറഞ്ഞു. സ്വാഭാവികമായിട്ടും സംഭവിച്ചത് മുൻകാലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ നേരിട്ട അതേ പ്രശ്നം ഇത്തവണയും വരികയാണ്. ഇത്തവണ കൂടുതൽ വനിതകൾ മത്സര രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് ആറ്റിങ്ങൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയും. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പട്ടികയിൽ കൂടുതൽ വനിതകൾ ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ച അത്രയും കിട്ടിയില്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇരട്ടി കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റ് മാത്രം ഉണ്ടായെടുത്തുന്നത് ഇത്തവണ അത് 2 സീറ്റായി മാറി. വരും വർഷങ്ങളിൽ വരും പ്രാവശ്യം അത് മാറും. കൂടുതൽ അർഹമായ പ്രാതിനിധ്യം വനിതകൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയാണുള്ളത്. കേരളത്തിൽ നിന്ന് ഇത്തവണ എത്ര വനിതാ MP-കൾ വരുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. മീഡിയ 1 തിരുവനന്തപുരം. CPIM-നെ പ്രതിനിധീകരിച്ച് സുജ സൂസൻ ജോർജ് കോട്ടയം സ്റ്റുഡിയോയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തക സോണിയ ജോർജ്, വെൽഫെയർ പാർട്ടിയുടെ സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര തിരുവനന്തപുരത്ത്, സോണിയ ജോർജ് തൃശ്ശൂരിൽ നിന്ന്, CPI-ML ലിബറേഷന്റെ KM വേണുഗോപാൽ കണ്ണൂരിൽ. ഈ ചർച്ചയിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ശ്രീ KM വേണുഗോപാൽ, താങ്കൾ ഈ വിഷയത്തിൽ ആദ്യം നിലപാട് വ്യക്തമാക്കണം. വനിതാ റിസർവേഷൻ ബിൽ പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതകൾക്ക് സംവരണം ഉറപ്പാക്കുന്ന ബിൽ രാജ്യസഭ പാസാക്കി കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും അത് വീണ്ടും ലോക്സഭ പാസാക്കി കൊണ്ടുവരാനുള്ള ധൈര്യം കേന്ദ്ര സർക്കാർ കാണിച്ചില്ല. താങ്കൾക്കറിയാം, വ്യക്തമായ ഭൂരിപക്ഷം കിട്ടില്ല എന്നതുകൊണ്ടല്ല, പല രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടുകൂടിയാണ് ഇത് നടപ്പാകാതെ പോയത്. വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 സ്ത്രീകൾ മാത്രം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അതെ, തികച്ചും ശരിയായ ഒരു ഒബ്സർവേഷനാണ്. നേരത്തെ TN സീമ പറഞ്ഞതുപോലെ കഴിഞ്ഞ രാജ്യസഭ പാസ്സാക്കി കഴിഞ്ഞ ബില്ല് ലോക്സഭയിൽ അത് എത്രയോ കാലമായി വെച്ച് താമസിപ്പിക്കുകയും വീണ്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഡെഫർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ അനന്തമായിട്ട് ഇതിലിപ്പോൾ കാര്യമായിട്ടൊന്നും കൂടുതൽ വലിയ ഒരു പുരോഗതിയൊന്നും ഈ വനിതാ സംവരണം എന്ന വിഷയത്തിൽ പ്രതീക്ഷിക്കാനില്ല എന്ന ഒരു ആശങ്ക ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ്
കാണുമ്പോൾ ഇപ്പോൾ അറിഞ്ഞിടത്തോളം ഉള്ള പുറത്തു വന്ന ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ പ്രമുഖ മുന്നണികളായ UDFും LDFും 2 സ്ഥാനാർത്ഥികളെ വീതമാണ് ഇതിനകം പ്രഖ്യാപിച്ചിരിക്കുന്നത്, വനിതാ സ്ഥാനാർത്ഥികൾ. അതിൽ തന്നെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ എന്ന ഒരു കാര്യം കൂടി പരിശോധിക്കാൻ പറ്റും വേണമെങ്കിൽ. അതേസമയം വെൽഫെയർ പാർട്ടി 2 സ്ഥാനാർത്ഥി, അതുപോലെ ആം ആദ്മി പാർട്ടി 1 സ്ഥാനാർത്ഥിയാണ്, ഏക സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. BJPയുടെ 2 സ്ഥാനാർത്ഥി. ആകെ 9 വനിതാ സ്ഥാനാർത്ഥികളെയാണ് നമ്മളിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വനിതകൾക്ക് ഉള്ള അവകാശങ്ങൾ, സ്ത്രീകളുടെ തുല്യത അംഗീകരിക്കാൻ എത്രത്തോളം നമ്മുടെ വിവിധ മുന്നണികളും വിവിധ മുഖ്യധാരയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും എത്രത്തോളം പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതിൻ്റെ ഒരു വളരെ പ്രാഥമികമായ ഒരു ടെസ്റ്റ്. സുജാ സൂസൻ ജോർജ്, കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ എത്തിയിട്ടുള്ള 5 വനിതകളിൽ 4 പേരും CPIM-ൽ നിന്നുള്ളവരാണ്. സുശീല ഗോപാലൻ, AK പ്രേമജം, അഡ്വക്കേറ്റ് P സതീദേവി, CS സുജാത. ഇത്തവണ പുരോഗമനപരമായ ആശയങ്ങൾക്ക് പിൻബലം നൽകാറുള്ള CPIM പക്ഷേ ഇത്തവണ കേവലം 2 വനിതാ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. കോൺഗ്രസിനെ അടിക്കടി കുറ്റം പറയുമ്പോഴും ഇക്കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ CPIM-ഉം പഴയതുപോലെ മുന്നിലില്ല എന്നല്ലേ ഇത് കാണിക്കുന്നത്? താരതമ്യേന മറ്റ് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ എല്ലാ കാലത്തും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൂടുതൽ കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് CPIM. അതിന് സംശയമേതുമില്ല. 2004 8 വനിതകളെ നിർത്തുകയുണ്ടായി. അതിൽ 6 പേരെ വിജയിപ്പിച്ചു. പക്ഷേ 2009 ആകുമ്പോഴേക്കും അത് വിജയിപ്പിച്ചത് ഒരേ ഒരാളെ മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, ഇവിടുന്ന് ഒരു സ്ത്രീ പോലും കേരളത്തിൽ നിന്ന് 15ാമത് ലോക്സഭയെ പ്രതിനിധീകരിക്കാൻ ഉണ്ടായില്ല. ഇത് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ളത്. പിന്നെ അതാതിൻ്റെ നയം അനുസരിച്ച് കൂടുതൽ പുരോഗമനം എന്നതേ ഉള്ളൂ. അത് ഈ സമൂഹത്തിൻ്റെ പ്രത്യേക സ്വഭാവം എന്ന് പറയുന്ന പുരുഷാധിപത്യ സ്വഭാവമാണുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾക്കും അത് തന്നെയാണ്. സുജാ സൂസൻ ജോർജ്, ഇങ്ങനെ പുരുഷാധിപത്യ സ്വഭാവമുള്ള സമൂഹം എന്നൊക്കെ പറയുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഇടുക്കി ജില്ലയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം വരുന്നത് വനിതാ വോട്ടർമാരാണ്. വനിതാ വോട്ടർമാർക്കിടയിൽ പോലും സ്വാധീനം ചെലുത്താൻ പ്രാപ്തരായ വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണോ CPIM പോലും 2 സ്ഥാനാർത്ഥികളിൽ ഒതുക്കിയത് വനിതകളുടെ കാര്യത്തിൽ? അതല്ല, കൂടുതൽ വിജയ സാധ്യത പുരുഷന്മാർക്കാണ് എന്നുള്ളത് കൊണ്ടാണോ? ഒന്ന്, കേരള സമൂഹത്തിലാണ് പിന്നെ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കേണ്ടതും കേരള സമൂഹത്തിലാണ്. കേരള സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം നമ്മൾ നോക്കൂ. കേരളത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ സ്വഭാവത്തിലും പുരുഷാധിപത്യം ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് CPIM-ഉം പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM ആണ് എല്ലാ കാലത്തും വനിതാ പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളതും അവരെ ജയിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതും. പക്ഷേ നിരാശയുണ്ട്. കാരണം വനിതാ സംവരണ ബില്ല് പാസ്സാക്കണമെന്ന് ഏറ്റവും അധികം വാദിച്ചിട്ടുള്ള പാർട്ടികളാണ് ഇടതുപക്ഷത്തുള്ളത്. ആ ഇടതുപക്ഷത്തുള്ള പാർട്ടികൾ പോലും തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ വരുമ്പോഴേക്കും വനിതാ സംവരണ ബിൽ പാസ്സാക്കണം എന്ന കാര്യത്തിൽ CPIM ആയാലും കോൺഗ്രസ് ആയാലും NCP ആയാലും AADMK ആയാലും ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിയും അതുപോലെ ലാലു പ്രസാദ് യാദവിന്റെ RJDയും ഒക്കെ ഒഴികെ ബാക്കി എല്ലാവരും ഒരു കൺസെൻസസിൽ എത്തിയതാണ്. വനിതാ സംവരണ ബിൽ പാസ്സാക്കണം, 33% സ്ത്രീകളുടെ സംവരണം ഉറപ്പാക്കണം എന്ന കാര്യത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആൺ പ്രതിനിധികളുടെ മനസ്സിൽ അതിനെതിരായൊരു വിചാരമുണ്ട് എന്നെല്ലാം ആ തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇത് നേരത്തെ സുജാ സൂസൻ ജോർജൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പ്രശ്നമായാണോ കാണേണ്ടത്? രാഷ്ട്രീയ പാർട്ടികളിൽ പ്രാതിനിധ്യം കിട്ടുന്നതിന്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് അവർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നല്ലേ? അത് ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? തീർച്ചയായും സ്ത്രീ സംവരണത്തിൻ്റെ കാര്യത്തിലായിരുന്നിരുന്നാലും സ്ത്രീ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലായിരുന്നിരുന്നാലും ശരി, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലത്തും വളരെ പിന്നിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ 2ാം UPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു 33% സ്ത്രീ സംവരണം എന്നുള്ളത്. അത് കാലാവധി തീരുന്നതിൻ്റെ പേരിൽ അത് പാസ്സാക്കാതെ ചർച്ച ചെയ്യപ്പെടാതെ പോലും പോയി.
ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കാലാകാലങ്ങളായി വനിതാ സംവരണം എന്ന് നിലവിളി കൂട്ടുന്ന CPM അടക്കം, ഇപ്പോൾ സുജ ചേച്ചി ഇവിടെയുണ്ട്, അതുപോലെ CPM അടക്കം എല്ലാവരും ഇതിങ്ങനെ കൊട്ടിഘോഷിക്കുന്നതല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നാളിതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ സോണിയാഗാന്ധി ആയിക്കോട്ടെ, സുഷമാ സ്വരാജ് ആയിക്കോട്ടെ, മായാവതി ആയിക്കോട്ടെ, ജയലളിത ആയിക്കോട്ടെ, ഇവർ മാത്രം മനസ്സ് വെച്ചാൽ മതിയല്ലോ 1% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നടത്തില്ല. ഇവിടെ ഇപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാരിലെ രാഷ്ട്രീയ പ്രമുഖർ, ഇപ്പോൾ നമുക്കറിയാം ബലാത്സംഗത്തിലും സ്ത്രീപീഡന കേസുകളിലുമൊക്കെ പ്രതിയാകുന്നവർക്ക് വേണ്ടി അവരെ സംരക്ഷണാർത്ഥം ചാനലുകളിലും മറ്റും വന്നിരുന്നുകൊണ്ട് അവർക്ക് സ്തുതി പാടുന്നവരായിട്ട് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലെ മുഖ്യധാര വനിതാ നേതൃത്വങ്ങൾ മാറിയിരിക്കുന്നു. സ്ത്രീകൾക്ക് വെറും സംവരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വിഷയം. സ്ത്രീകൾക്കിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ തന്നെ ഭയമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് സുശീല ഗോപാലനും ഗൗരിയമ്മയും ഒക്കെ പാതിരാക്കി ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ പോലും കടന്നു കയറി പ്രവർത്തിക്കാൻ സ്ത്രീകൾക്ക് ഭയമുണ്ടാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ സാഹചര്യം പോലും തിരുത്തപ്പെടാൻ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുമ്പോൾ സാധിക്കില്ലേ? തീർച്ചയായും അതൊരു പരിധിവരെ സാധിക്കും. അതിന് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടിയിലെ ഈ മുൻനിരയിൽ നിൽക്കുന്ന വനിതാ നേതാക്കളും അടക്കം രംഗത്ത് വരണം. ശ്രീമതി സോണിയ ജോർജ്, സാമൂഹ്യമായും സാമ്പത്തികമായും എല്ലാം പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ അവർക്കൊപ്പം താങ്ങായി നിന്ന് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകയാണ് സോണിയ ജോർജ്. വനിതാ സംവരണ ബിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശമായി കരുതിയിരുന്നത് സ്ത്രീ ശാക്തീകരണമായിരുന്നു. എന്നാൽ അതിന് എതിർവാദമായി ഉന്നയിക്കപ്പെട്ടത് സ്ത്രീ ശാക്തീകരണമല്ല വനിതാ സംവരണ ബില്ലിലൂടെ നടക്കാൻ പോകുന്നത്, മറിച്ച് ശാക്തീകരിക്കപ്പെട്ട സ്ത്രീക്ക് അധികാരത്തിലെത്താനുള്ള ഒരു വഴി തുറന്നിടുക മാത്രമാണ് എന്ന തരത്തിലുള്ള നിഗമനങ്ങൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വനിതാ സംവരണ ബില്ലിന് ഒരു സീറ്റിലെത്താൻ വേണ്ടിയുള്ള അവർക്ക് റിസർവ് ചെയ്ത് കൊടുക്കുകയല്ല, ആ സീറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടി അവർ ഡിസർവ്ഡ് ആക്കുകയാണ് വേണ്ടത് എന്നതായിരുന്നു വാദം. ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി അവർക്ക് സംവരണം ഉറപ്പാക്കുകയല്ല, ആ സീറ്റിൽ എത്താൻ വേണ്ടിയുള്ള സാമൂഹികമായ സാഹചര്യം ഒരുക്കുക, വിദ്യാഭ്യാസം കൊണ്ടും മറ്റ് സാമൂഹിക അവസ്ഥയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറുഭാഗത്തുണ്ടായിരുന്ന വാദം. ഇതല്ലേ കൂടുതൽ ശരി? അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ശരിക്കും. കാരണം 20 വർഷം മുമ്പോ 30 വർഷം മുൻപോ നമ്മൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചോ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചോ പറയുന്ന അവസ്ഥയല്ല ഇന്നിപ്പോൾ ഉള്ളത്. മറിച്ച് ഇന്ന് പ്രാദേശിക തലങ്ങളിൽ 50% വനിതാ സംവരണം വന്നു കഴിഞ്ഞു. സ്ത്രീകൾ പലതരത്തിൽ സംവരണത്തിലൂടെയും അല്ലാതെയും തങ്ങളുടെ പ്രാതിനിധ്യം വളരെ വ്യക്തമായി തങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ പക്ഷെ പ്രശ്നമായി വരുന്നത് വനിതാ സംവരണത്തെക്കുറിച്ച് ഇത്ര കാര്യമായി നമ്മൾ വീണ്ടും സംസാരിക്കുക അടുത്ത 5 വർഷം കഴിഞ്ഞ ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണെന്നുള്ള ഒരു സാഹചര്യം വരും. ഈ കഴിഞ്ഞ 5 വർഷം, പ്രത്യേകിച്ചും രണ്ടാം UPയുടെ ആ ഒരു കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിനിടയിൽ എത്രമാത്രം അവസരങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ എത്രമാത്രം പൊതു അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തെക്കുറിച്ച്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് സ്ത്രീകളെ എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ നേതൃത്വത്തിൽ ഉണ്ടാവണമെന്ന ധാരണയോടെ പ്രവർത്തിച്ച എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ? ഇതെല്ലാം വളരെ ഗൗരവമായി ചോദിക്കേണ്ട ഒരു സാഹചര്യമാണ്. അല്ലാതെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ മാത്രം ഉണ്ടാവേണ്ട ഒരു പ്രാതിനിധ്യമല്ല സ്ത്രീകളെ കുറിച്ച്. മറിച്ച് സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമുള്ളവർ 5 വർഷം മുൻപേ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തങ്ങളുടെ അധികാരം അരക്കിട്ടുറപ്പിക്കാനായിട്ട് അവര് തങ്ങളുടെ മണ്ഡലങ്ങളിലായാലും പാർട്ടികളിലായാലും അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിലായാലും വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുവാനായി ശ്രമിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നിൽ നിന്ന സ്ത്രീകള് എവിടെയാണ് ഉണ്ടായിരുന്നത്? അവർക്ക് എത്രമാത്രം സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ പറ്റി? അതിന് ഈ അധികാര കേന്ദ്രങ്ങളിൽ അവരുടെ ഇടം ഉറപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീ പക്ഷത്തു നിന്ന് വ്യക്തമായി സംസാരിക്കാനായിട്ട് അവർക്ക് എത്രമാത്രം സാധ്യതകൾ ഉണ്ടായി ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒരു പൊതുസമൂഹത്തിൽ? ഇത് നമ്മൾ വളരെ കൃത്യമായി ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരുപാട് സ്ത്രീ സംഘടനകൾ, പ്രത്യേകിച്ചും സ്വതന്ത്ര സ്ത്രീ സംഘടനകളും അതുപോലെ തന്നെ അതുമായി കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളും പിന്നെ പല രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചേർന്ന്
സ്ത്രീ സംവരണത്തെക്കുറിച്ചും സ്ത്രീ സംവരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സ്ത്രീകളുടെ നേതൃത്വത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഒരു സംവരണം വേണോ സ്ത്രീകളെ നിർത്താൻ? സംവരണം പാസാക്കി വന്നാൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കാനായിട്ട് സംവരണത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ ബോധം ഉയർത്തുന്നില്ല എന്നുള്ളത് വളരെ വിമർശനാത്മകമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് വളരെ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന വിശകലനങ്ങളിലൊക്കെ പറഞ്ഞു, തോൽക്കാൻ സാധ്യതയുള്ള സ്ത്രീകളിൽ പേരിനു വേണ്ടി പ്രാതിനിധ്യം കൊടുക്കുക. സ്ത്രീ നേതാക്കൾ അതുവരെ സ്ത്രീകൾക്ക് 6 സീറ്റും 7 സീറ്റും 8 സീറ്റും ഒക്കെ ഉണ്ടാവണമെന്ന് പ്രഖ്യാപിച്ചവർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തങ്ങൾക്ക് സീറ്റ് കിട്ടുമ്പോൾ മാത്രം അതിൽ തൃപ്തരായി മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുക. ഞാൻ തിരിച്ചു വരാം. ശ്രീ കെ എം വേണുഗോപാൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിന്റെ ഒരു സോഷ്യൽ ഓർഡറിൽ, അതിന്റെ സാമൂഹ്യ ക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇതുപോലെ സംവരണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്ന ഒരു വലിയ ചർച്ച രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്ന സമയത്തും ഈ ചർച്ച വളരെ സജീവമായി ഉണ്ടായിരുന്നു. ഒരു സാമൂഹ്യ ക്രമത്തിൽ മാറ്റം, അതായത് വളരെ മോശപ്പെട്ട സാമൂഹ്യ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾ, സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കാവസ്ഥയിൽ കഴിയുന്നവർ, ദരിദ്രരായി കഴിയുന്നവർ, ഇന്ത്യയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പ്രതിനിധീകരിക്കപ്പെടാതെ പോകുന്ന അനേക ലക്ഷം സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ അതിൻ്റെ നയരൂപീകരണത്തിൽ ഭാഗമാക്കാകാൻ ഒരു റിസർവേഷൻ വേണ്ടി വരുന്നത് പുരോഗമനപരമായ ഒരു സമൂഹത്തിന് ചേർന്നതാണോ? മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സ്വയം പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവർ തന്നെ അവർക്ക് വേണ്ടി ഇടം സൃഷ്ടിക്കുകയല്ലേ വേണ്ടത്? അതല്ലേ കുറെ കൂടി ജനാധിപത്യപരമായ രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുക? ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വിധത്തിലുള്ള വീക്ഷണഗുണം, അതായത് ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകൾക്ക് എൻട്രി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് വനിതാ സംവരണം എന്ന ഒരു ഉപാധി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് വനിതാ സംവരണം സ്വീകാര്യമല്ല എന്ന് പറയുന്ന വാദത്തോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. കാരണം ഇത് സംവരണത്തിനെതിരായിട്ടുള്ള എല്ലാ ഡിബേറ്റിലും, ജാതി സംവരണത്തെ സംബന്ധിച്ച ഡിബേറ്റിലും ഇത് പലപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഇത് മറുപടി പറയപ്പെട്ട ഒരു വാദമാണ്. യഥാർത്ഥത്തിൽ ശാക്തീകരിക്കപ്പെട്ട, അല്പം കുറെ കൂടി സാമൂഹ്യമായി സ്ട്രഗിളിലൂടെയൊക്കെ കൂടുതൽ മികവ് തെളിയിക്കുകയും സമൂഹത്തിൽ ഫലപ്രദമായി പൊതുസമൂഹത്തെ നയിക്കുന്നതിൽ ഫലപ്രദമായി സംഭാവന ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടേതായിട്ടുള്ള പേട്രിയാർക്കൽ ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, ആൺകോയ്മ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കുടുംബത്തിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? കുടുംബത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു കലക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു വീട്ടിൽ പോയാൽ, ഏത് വീട്ടിൽ പോയാലും ആദ്യം കിട്ടുന്ന, അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലെങ്കിലും ഞങ്ങൾക്ക് ധാരാളം അനുഭവമുള്ളൊരു സംഭവമാണ്, ആദ്യം കിട്ടുന്ന മറുപടി എന്താണ്? ഇവിടെ ആളില്ല എന്നാണ്. അപ്പോൾ ആരാണ് ആള്? ഈ ആള് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കേണ്ട ആള് പുരുഷന്മാരാണ്, കുടുംബത്തെ ഗൃഹനാഥന്മാർ. അവരെടുത്താലേ തീരുമാനങ്ങൾ ശരിയാവുള്ളൂ എന്ന ഒരു ബോധത്തെ വളരെ ശക്തമായി ഉറപ്പിക്കപ്പെടുന്നുണ്ട്, പല രീതിയിൽ സമൂഹത്തിൽ ഉറപ്പിക്കപ്പെടുന്നുണ്ട്. സർക്കാർ തന്നെ പാസ്സാക്കുന്ന പല നിയമങ്ങളിലും കോടതികളിലും എല്ലാ ഇതിലും ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പക്ഷപാതം ആദ്യമൊക്കെ വളരെ ശക്തമായിരുന്നെങ്കിലും പിന്നീട് സ്ത്രീകളുടെ തുടർച്ചയായ സമരത്തിൻ്റെയൊക്കെ ഫലമായിട്ട് സ്ത്രീകൾ ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾ തുല്യരാണ്, തുല്യതയിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഞങ്ങൾ തൃപ്തരല്ല എന്ന മുദ്രാവാക്യം റെവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരമായി സാമൂഹ്യത്തിൽ പരിവർത്തനം ആഗ്രഹിക്കുന്ന വിഭാഗങ്ങൾ അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിൻ്റെ ഫലമായിട്ടാണ് നിയമങ്ങളിൽ ഇതേപോലെയുള്ള പരിഷ്കാരങ്ങളും. ഞാൻ തിരിച്ചു വരാം. കോൺഗ്രസിന്റെ ലതിക സുഭാഷ് ടെലിഫോണിൽ കാത്തു നിൽക്കുന്ന ഏറെ നേരമായി. ശ്രീമതി ലതിക സുഭാഷ്, കേരളത്തിലെത്തി നിർഭയ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വലിയ ദുഃഖമായി പറഞ്ഞത് വനിതാ സംവരണ ബിൽ പാസാക്കാൻ കഴിയാതെ പോയതാണ്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിരവധി തവണ പല വേദികളിൽ പല ഘട്ടങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ എല്ലാ മേഖലകളിലും 50% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കും കോൺഗ്രസ് എന്ന്. വരുന്ന 2-3 വർഷത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്ന് ഉറപ്പാണ് അദ്ദേഹം വോട്ടർമാർക്ക് നൽകിയത്. ഇങ്ങനെയെല്ലാം വലിയ വർത്തമാനം പറഞ്ഞ കോൺഗ്രസ് തന്നെ കേവലം കേരളത്തിൽ 2 സ്ഥാനാർത്ഥികളെയാണ് സ്ത്രീകളായി നിർത്തിയിട്ടുള്ളത്. രണ്ടാമത് വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ബിൽ പാസാക്കാൻ കോൺഗ്രസ് എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്? വളരെ എളുപ്പത്തിൽ പാസാക്കാൻ കഴിയുമായിരുന്നൊരു ബില്ലിൽ കോൺഗ്രസ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നതല്ലേ സത്യം? നമുക്കറിയാം, രാജ്യസഭയില് 1ാം UPA കാലഘട്ടത്തിൽ തന്നെ രാജ്യസഭയില് വനിതാ സംവരണ ബില്ല് പാസ്സാക്കുകയുണ്ടായി. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തു.
ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞത് വളരെ സത്യമാണ്. യാഥാർത്ഥ്യമാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല വനിതാ സംവരണ ബില്ല്. സ്ത്രീകള് നിയമനിർമ്മാണ സഭയില് ഏതാണ്ട് പകുതിയിലധികം ജനസംഖ്യയിൽ വരുന്ന സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ശ്രീമതി സോണിയാഗാന്ധി ആണെങ്കിലും മറ്റ് വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള നേതാക്കളാണെങ്കിലും മുൻകൈ ഇതിന് എടുത്തെങ്കിൽ പോലും രാജ്യസഭയിലെ ബഹളങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മുലായം സിംഗ് യാദവ് ഉൾപ്പെടെയുള്ള യാദവന്മാരുടെ ഇടപെടലില് രാജ്യസഭയില് ബില്ല് അവതരിപ്പിക്കാൻ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ഇതൊരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ സി പി എം നേതൃത്വം നൽകുന്ന കേരളത്തിലെ പ്രസ്ഥാനങ്ങളുടെ വനിതാ നേതാക്കന്മാരെല്ലാം ഇതിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും നമുക്കറിയാം ഇത്തവണ പുതിയ മുന്നണി, മൂന്നാം മുന്നണി എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ആ മുന്നണിക്ക് നേതൃത്വം നൽകുവാനായിട്ട് ശ്രീ മുലായം സിംഗ് യാദവിന്റെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പുരുഷാധിപത്യം ഉള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. സ്ത്രീ സംവരണത്തിനെതിരെ നിന്ന ആളുകളെ കൂട്ടുപിടിച്ച് പുതിയ മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തി. മുലായം സിംഗ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും ലാലു പ്രസാദിന്റെ RJDയും ഒഴിവാക്കിയാൽ തന്നെ കോൺഗ്രസിന് വനിതാ സംവരണ ബിൽ പാസ്സാക്കാമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അവരെ പിണക്കാൻ ധൈര്യം കാണിച്ചില്ല കോൺഗ്രസ് എന്നതാണ് സത്യം. ധൈര്യം കാണിച്ചില്ല എന്ന ഇതിലുപരിയായിട്ട് പുതിയ മുന്നണിക്ക് എല്ലാ പ്രാവശ്യവും രൂപം കൊള്ളുന്ന മൂന്നാം മുന്നണിക്ക് ഇവരുടെ കൂട്ടുപിടിക്കുവാനായിട്ട് ഇടതു പ്രസ്ഥാനങ്ങൾ ഇത്തവണ മുൻകൈയെടുത്തു. അപ്പൊ ഇവരോർത്തില്ല ഇതുപോലെയുള്ള സംഭവങ്ങളിൽ എതിര് നിന്നുള്ള കക്ഷികളാണ് ഇവരെന്ന്. ഞാൻ പറഞ്ഞത് വനിതാ സംവരണം വരുന്ന കാര്യത്തില് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാലങ്ങളായി പുരുഷന്മാർ അനുഭവിച്ചു വരുന്ന സൗഭാഗ്യം അത് സ്ത്രീകൾ പൂർണ്ണമായി കവർന്നെടുക്കാൻ ഇപ്പൊ ശ്രീ രാജീവ് ഗാന്ധി മുൻകൈ എടുത്തത് കൊണ്ടാണ് ആദ്യം 33% ഇപ്പോൾ 50% നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ. ശ്രീമതി ലതിക സുഭാഷ്, ഇത്തവണ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ നിർത്തിയിട്ടുള്ള 2 പേരിൽ കൂടുതൽ നേതാക്കൾ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ സീറ്റ് പ്രതീക്ഷിച്ച് നിരാശപ്പെട്ട് നിൽക്കുന്നുണ്ട്. വേദികളിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ 1 ഇത്തവണ 2 കഴിഞ്ഞു. നമ്മുടെ പാർട്ടിയിൽ തന്നെ എനിക്ക് പറയുവാനുള്ള ഇത് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തില് കുറെ വനിതകളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനല്ല നമ്മൾ തയ്യാറാവുന്നത്. നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം നോക്കൂ. ഇന്ന് രാഷ്ട്രീയ രംഗത്ത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നവരൊക്കെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്നവരാണ്. അപ്പൊ സ്ത്രീകളുടെ പുതിയതായിട്ട് വരുന്ന ഈ സംവിധാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തു വരണമെങ്കിൽ സ്ത്രീകൾ പൊളിറ്റിക്കലാകണം. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടാവണം. ഇപ്പൊ AICCയിൽ ഇത്തവണ ഇപ്പോഴൊക്കെ ഞങ്ങൾക്ക് 10-15 വനിതകള് കേരളത്തിൽ നിന്നുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് 5 വനിതകള് 128 വർഷത്തിനിടയിൽ 5 വനിതകൾ കോൺഗ്രസിൽ. അല്ല, ഞാൻ ഇടപെട്ടില്ല. ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം കൂടുതൽ രാഷ്ട്രീയ ബോധം സ്ത്രീകളിൽ ഉണ്ടാകണം, അതിന്റെ ഭാഗമായി അവരിൽ നിന്ന് ഉയർന്നു വരണം സ്ത്രീ പ്രതിനിധികൾ എന്നല്ലേ? തീർച്ചയായിട്ടും പൊളിറ്റിക്കലായിട്ട് വന്ന അല്ലാതെ സുജാ സൂസൻ ജോർജ് ഇതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ? കേവലം സംവരണം ഉറപ്പാക്കി സ്ത്രീകളെ ഒരു പപ്പറ്റുമാരി കൊണ്ടുപോയി നിർത്തി ജയിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് രാഷ്ട്രീയ ബോധമുള്ള സ്ത്രീകൾ ഉണ്ടാകണം. വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ പ്രവർത്തിച്ച് രാജ്യത്തിന്റെ എല്ലാ തുടിപ്പുകളും മനസ്സിലാക്കി വരുന്ന രാഷ്ട്രീയ ബോധമുള്ള സ്ത്രീകളിൽ നിന്നാണ് ഈ പ്രതിനിധികൾ ഉണ്ടാകേണ്ടത് എന്ന ആശയമാണ് ശ്രീമതി ലതിക സുഭാഷ് പറഞ്ഞത്, മുന്നോട്ട് വെച്ചത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയത്തിൽ നിന്നു പ്രവർത്തിച്ചിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം ഒട്ടും കുറവല്ല. നമുക്കറിയാം, അടിസ്ഥാനപരമായി കേരളത്തിന്റെ രാഷ്ട്രീയം 50% റിസർവേഷൻ കൊടുത്ത് സംവരണം കൊടുത്ത് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളിൽ സ്ത്രീകൾ നന്നായി ഭരിക്കുന്നുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടികളിലൂടെ കടന്നു വരുന്നതാണ്. നമ്മുടെ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള രാഷ്ട്രീയം പകുതി സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. അതിൽ പല സ്ത്രീകളും, മിക്കവാറും എല്ലാ സ്ത്രീകളും തന്നെ നല്ല ഒന്നാന്തരം ഭരണാധികാരികൾ, നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരികളായി മാറിക്കഴിഞ്ഞു. അത് കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ അത്തരം ഒരു വലിയ മുന്നേറ്റം സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സ്ത്രീകളുടെ മുന്നേറ്റത്തെ ശരിയായ രീതിയിൽ കാണാനോ അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ, ഇപ്പോൾ ലോക്സഭയിൽ 9 ലക്ഷത്തോളം സ്ത്രീ വോട്ടർമാരാണ് കേരളത്തിൽ കൂടുതൽ.
ഇത് വോട്ടർമാരായിട്ട് നിൽക്കുകയാണ്, സമ്മതിദായകരായിട്ട് നിൽക്കുകയാണ്. അവരെ ലോക്സഭയിലേക്ക് നായക സ്ഥാനത്തേക്ക്, നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സത്യത്തിനും മുന്നിൽ നമ്മൾ മുഖം തിരിച്ചിട്ട് കാര്യമില്ല. ഇതിനോടൊപ്പം ഇവിടെ ചർച്ച ചെയ്യേണ്ടതിലേക്ക് എനിക്ക് രണ്ട് കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ BJP, കോൺഗ്രസ്, CPM ഇതിനെ മൂന്നിനെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇവിടെ കേരള കോൺഗ്രസ് ഉണ്ട്. കേരളത്തിലെ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് ഉണ്ട്. അവരൊരു കാരണവശാലും ഒരിക്കലും ഒരു സ്ത്രീയെ ലോക്സഭയിൽ എത്തിക്കുന്നതിന്, നിയമസഭയിൽ എത്തിക്കുന്നതിനോ കാര്യമായ സംഭാവന നൽകിയിട്ടുള്ളവരല്ല. മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന് വളരെ ഉറച്ച സീറ്റുകളുണ്ട്. അവർ കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ച് ലോക്സഭയിൽ എത്തിക്കുന്നുണ്ട്. അവരാരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അതൊരു വലിയ വിഭാഗമാണ്. മറ്റൊന്നുകൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന ഒരു പുലയ യുവതി അന്ന് കേരളത്തെ പ്രതിനിധീകരിച്ചിരുന്നു. അതിന്റെ പിന്നാലെ വരത്തക്കവണ്ണം ആ വിഭാഗങ്ങളിൽ നിന്ന് ഒരു സ്ത്രീയെ പോലും നമുക്ക് ലോക്സഭയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അതായത് ശാക്തീകരിക്കപ്പെട്ട സ്ത്രീക്ക് അധികാരത്തിലെത്താനുള്ള ഒരു മാർഗം എന്നതിന് പുറമെ സുജ സൂസൻ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിലുള്ള ദലിത്തിൽ നിന്നൊക്കെയുള്ള ദലിത് പ്രാതിനിധ്യമെല്ലാം ഇതിന്റെ ഭാഗമായി ഉയർന്നു വരേണ്ടതുണ്ടോ? ആദ്യ ലോക്സഭയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 4.4%. അത് 15ാം ലോക്സഭയിൽ എത്തിയപ്പോഴേക്കും 10%-നടുത്തായി. ഇത് സമൂഹത്തിൽ വന്ന മാറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായൊരു പ്രതിഫലനമായി കാണുന്നുണ്ടോ? മറ്റൊന്ന്, രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീകൾക്ക് കിട്ടേണ്ടുന്ന പരിഗണന, അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പറഞ്ഞ കണക്കുണ്ടല്ലോ, 1952 4.4% സ്ത്രീകൾ ലോക്സഭയിലേക്ക് വന്നു. അതിനുശേഷം 2009 എത്തിയപ്പോൾ അത് 10% വർദ്ധിച്ചു. എന്ത് ഭീകരമായ കണക്കാണിത്! ഇത്രയും കാലത്തിനിടയിൽ സ്ത്രീകൾ ഇത്രമാത്രം അവരുടെ സംവരണാവസ്ഥയിൽ പിന്നോട്ട് പോയി എന്ന് പറയുന്നത് വളരെ ഭീകരമായൊരു കണക്കാണ്. ഇവിടെ അതോടൊപ്പം തന്നെ ദളിത്, പിന്നെ ലാലു പ്രസാദ് യാദവ് വനിതാ സംവരണ ബില്ല് ചീന്തി എറിയുമ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സ്ത്രീകളിൽ തന്നെ സംവരണമുള്ള വേറൊരു വിഭാഗം, അത് ദളിത് ആദിവാസി സ്ത്രീകൾ. എനിക്ക് ചാത്തന്നൂർ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച ബിന്ദു കൃഷ്ണ തോറ്റുപോയി. അവിടെ പകരം ബിന്ദു കൃഷ്ണ തോൽക്കാതിരുന്നുവെങ്കിൽ ജയലക്ഷ്മിക്ക് ഒരു കാരണവശാലും ജയലക്ഷ്മി ഇന്നൊരു മന്ത്രിയാവത്തില്ലായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കടന്നു വരാനുള്ള മടിയും അവരെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന പ്രാധാന്യവും ആ ഒരു അന്തസ്സും അവൾക്ക് നിഷേധിക്കപ്പെടുന്നു. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 5 സീറ്റുകളിൽ മത്സരിക്കുമ്പോഴാണ് 2 സീറ്റുകൾ സ്ത്രീകൾക്കായി മാറ്റിവെച്ചത്. കേരളത്തെ സംബന്ധിച്ച് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ചരിത്ര പ്രാധാന്യമുള്ള കോൺഗ്രസ്, അല്ലെങ്കിൽ അത്രയും തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാലത്ത് CPM-ൽ നിന്നാണ് ധാരാളം സ്ത്രീകൾ കടന്നു വന്നിട്ടുള്ളത് രാഷ്ട്രീയത്തിലേക്ക്. അവർക്ക് പോലും 2 സ്ത്രീകളെ മാത്രം കൊടുത്തുകൊണ്ട് ഒതുക്കി തീർത്തുകൊണ്ട്, പണ്ടൊക്കെ പറയുമല്ലോ, അടുക്കളയ്ക്കുള്ളിലാണ് അവരുടെ സ്ഥാനം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത്രയും വിദ്യാഭ്യാസത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ രാഷ്ട്രീയ പാർട്ടികളിൽ കടന്നു വരാൻ അവൾക്ക് അർഹതയില്ല, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചവരോ രാഷ്ട്രീയ ബോധമില്ല. അപ്പോൾ കേരളത്തിൽ ഇത്രയും പകുതിയിലധികം വരുന്ന സ്ത്രീകൾ രാഷ്ട്രീയ ബോധമില്ലാത്തത് കൊണ്ടാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ലതിക സുഭാഷ് ഇവിടെ സൂചിപ്പിച്ചു, രാഷ്ട്രീയ ബോധമില്ലാത്ത സ്ത്രീകളാണ്. സോണിയ ജോർജ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം ഉറപ്പാക്കിയപ്പോൾ അതിനെ വിമർശിച്ചവർ പറഞ്ഞത് സ്ത്രീകൾ അവിടെ നിൽക്കുന്നു, അവർ പ്രോക്സിയാണ്, ഇതെല്ലാം ഭരിക്കുന്നത് അവരുടെ ഉറ്റ ബന്ധുക്കൾ, അതായത് ഒന്നെങ്കിൽ സഹോദരൻ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ പിതാവ്, പുരുഷന്മാർ തന്നെയാണ് ഭരിക്കുന്നതെന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിനോട് കൂട്ടിവെച്ച് വായിക്കാവുന്നതാണോ ലതിക സുഭാഷ് പറഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള സ്ത്രീകൾ കുറഞ്ഞതു കൊണ്ടുകൂടിയാണ് ഈ പ്രശ്നം, രാഷ്ട്രീയ ബോധമുള്ളവർ ഉണ്ടാകുമ്പോഴാണ് അവർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരേണ്ടത് എന്ന് അവർ പറഞ്ഞ വാദം? നൂറ്റാണ്ടുകളായി ഒരു ആൺകോയ്മ സംസ്കാരത്തിന്റെ ഇരകളാക്കപ്പെട്ടിരുന്ന സ്ത്രീകൾ പതുക്കെ പൊതുസമൂഹത്തിലേക്ക്, പൊതുയിടങ്ങളിലേക്ക്, രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു വരാനായി ശ്രമിച്ചപ്പോൾ പലതരത്തിലുള്ള പാളിച്ചകൾ അവരുടെ ഭാഗത്തു നിന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ സ്വാഭാവികമായ പാളിച്ചകൾ മാത്രമാണ്. ആരും ഏറ്റവും ഉന്നതിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവരൊന്നുമല്ല ഈ സ്ത്രീകളുടെ ഒരു ചരിത്രം. ഒന്നുകിൽ നേരത്തെ ശ്രീമതി ലതിക പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഒരു
ചരിത്രമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സ്ത്രീകളായിരുന്നു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത്. പെട്ടെന്ന് ഈ ഒരു സംവരണത്തിന്റെ കാഴ്ചകൾ നമ്മുടെ മുൻപിലേക്ക് വന്നപ്പോൾ, അതൊരു യാഥാർത്ഥ്യമായപ്പോൾ ഈ സ്ത്രീകൾ തയ്യാറായി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതൊരു പുതിയ കാഴ്ചയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും നാൾ പുരുഷന്മാർ ഇരുന്ന ഇരിപ്പിടങ്ങളിൽ, പ്രത്യേകിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ്മാർ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്മാർ, അങ്ങനെ അതുപോലെയുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ സ്ത്രീകൾ ഇരിക്കുകയും ഭരിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴേക്കും അവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പുരുഷന്റെ ഭാഗമായാണ്, പുരുഷനാണ് ഭരിച്ചിരുന്നത്, ഭർത്താവാണ് ഭരിച്ചിരുന്നത് എന്നൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെയൊക്കെ യാഥാർത്ഥ്യവുമുണ്ട്. എന്നാൽ അതിന്റെ ഒരു രണ്ടാം ഘട്ടം വന്നപ്പോൾ ഈ ഒരു പ്രത്യേകിച്ചും കേരളത്തിലെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലാകും ഈ സ്ത്രീകളുടെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള കാതലായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ള പ്രത്യേകിച്ചും കുടുംബശ്രീയുടെ ഭാഗമായും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു കേരളത്തിന്റെ പ്രാദേശിക ഇടങ്ങളിൽ ഉണ്ടായ ഒരു സ്ത്രീ മുന്നേറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ഗ്രാമസഭയെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീകൾ മാത്രമാണ്. ഇന്ന് ഒരു PTA അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ പൊതു ഇടങ്ങളിലും ഇന്ന് സ്ത്രീ പ്രതിനിധികൾ മാത്രമായിരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു വിഷയം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീകൾ ഇതിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഈ ഒരു ആൺകോയ്മ സംസ്കാരത്തിന് ഉണ്ടാകേണ്ട മാറ്റം ഏതു തരത്തിലാണ് എന്നുള്ളത് കാര്യമായി നമ്മുടെ ഒരു പൊതുവ്യവഹാരങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം വീണ്ടും ആനുകൂല്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്താൻ മാത്രമാണോ ഈ സ്ത്രീകൾ അധികാരത്തിലെത്തേണ്ടത്? മറിച്ച് ക്രിയാത്മകമായ മാറ്റം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായി ഈ സ്ത്രീകളുടെ അധികാരം വേണുഗോപാൽ 1930കളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചിരുന്നതിന് ശേഷം പിന്നീട് 2-3 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു പ്രാതിനിധ്യം നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് കിട്ടുന്നത്. ഇത് ഒരു ആൺകോയ്മ നിലനിൽക്കുന്ന ഇന്ത്യൻ സാമൂഹികാവസ്ഥയുടെ പ്രത്യേകതയായാണോ മനസ്സിലാക്കപ്പെടേണ്ടത്? 2, നേരത്തെ ലതിക സുഭാഷ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ ബോധമുള്ള സ്ത്രീകൾ സാമൂഹ്യമായും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുമെല്ലാം മുന്നാക്കം നിൽക്കാൻ കഴിയുന്ന തരത്തിൽ സ്ത്രീയെ ശാക്തീകരിക്കേണ്ടുന്ന ഒരു സാമൂഹികാവസ്ഥ ഉണ്ടായ ശേഷം അവളിൽ നിന്ന് പ്രാതിനിധ്യം ഉണ്ടാവുകയാണോ വേണ്ടത് ഇന്ത്യൻ സാഹചര്യത്തിൽ? ഇത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, നമ്മൾ ലോകത്ത് സ്ത്രീകൾ വോട്ടവകാശം നേടിയെടുക്കാൻ വേണ്ടി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ പാശ്ചാത്യ രാജ്യങ്ങളിൽ, വ്യവസായവൽകൃത രാജ്യങ്ങളിലൊക്കെ ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ സമരത്തിന് ശേഷമാണ് സ്ത്രീകളുടെ നിയമപരവും പൗരത്വപരവുമായ അവകാശങ്ങൾ അംഗീകരിക്കപ്പെട്ടത്. അതിന് 100 വർഷത്തിലധികം നീണ്ടുനിന്ന വളരെ വിശാലാടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി സ്ത്രീകൾ വളരെ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1911 ട്രയാങ്കിൾ ഷർട്ട് വേസ്റ്റ് ഫാക്ടറിയിൽ ഉണ്ടായ അഗ്നിബാധയും അതിനെ തുടർന്ന് ഭൂരിപക്ഷവും സ്ത്രീകളായിരുന്ന തൊഴിലാളികൾ ഈ അഗ്നിബാധയിൽ 150ഓളം പേരും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ത്രീകളുടെ, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും ജീവിക്കാനുള്ള തുല്യ അവകാശങ്ങളോടെ പൗരത്വ അവകാശങ്ങൾ വേണം എന്നുള്ള ഒരു മുദ്രാവാക്യം വളരെ ശക്തമാകാൻ കാരണമായത് ഇത്തരം ഈ സംഘടിത ഉൽപാദന മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചതോടുകൂടിയാണ്. പക്ഷേ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഇതുപോലെ ബൂർഷ്വാ ജനാധിപത്യം ഉണ്ടായ രാജ്യങ്ങളിൽ, ഇപ്പോൾ ഫ്രാൻസിൽ ഈക്വാലിറ്റി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നീ മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്ന ഭരണകൂടത്തിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത് എപ്പോഴാണെന്ന് പരിശോധിച്ചാൽ നമ്മൾ അമ്പരന്ന് പോകും. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയതിന് ശേഷമാണ് 1948 ഫ്രാൻസിൽ സ്ത്രീകൾക്ക് സാർവത്രിക വോട്ടവകാശം കിട്ടിയത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത് ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ സമത്വം ആധുനികതയുടെ വളരെ സുപ്രധാനമായ ഒരു മൂല്യമാണ്. ഈ മൂല്യത്തോട് സ്വാഭാവികമായിട്ടും നമ്മുടെ പാരമ്പര്യവും പശ്ചാത്തലവും ഒക്കെ ഈ മൂല്യത്തെ അങ്ങനെ പൂർണ്ണമായി അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത പേട്രിയാർക്കലായിട്ടുള്ള ഈ ആൺകോയ്മ വ്യവസ്ഥയുടെ ഏറ്റവും ചിരപുരാതനമായ അതിൻ്റെ ഏറ്റവും മോശമായ പല മാതൃകകളെയും സാമൂഹ്യ അടിസ്ഥാനത്തിലും സാമുദായിക അടിസ്ഥാനത്തിലും താങ്ങി നിർത്തുന്ന ഒരു സാമൂഹ്യ ഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ളത്.
അപ്പോൾ ഇതിനെ മാറ്റി തീർക്കണമെങ്കിൽ നമ്മൾ തുല്യ അവകാശബോധമുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിലൂടെ മാത്രമേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. നേരത്തെ ബിന്ദു കൃഷ്ണ പറഞ്ഞ പോലെ രാജീവ് ഗാന്ധിയുടെ ഒരു കാലത്ത് UPA ഗവൺമെൻറ് അങ്ങനെ കൊണ്ടുവന്ന UPA ഗവൺമെൻറ് അല്ല, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പരിഷ്കരണ നിയമമാണ് സ്ത്രീ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ബില്ല് എന്ന് പറഞ്ഞതിൽ വലിയ കാര്യമില്ല. ശ്രീമതി സോണിയ ജോർജ്, അടിസ്ഥാനമായിരിക്കുന്നത് ഇവിടെ വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നപ്പോൾ ശരദ് യാദവ് നടത്തിയ കുപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട്, മുടിമുറിച്ച സ്ത്രീകൾ അധികാരം കൈയടക്കുമെന്ന്. ഇത് ഉള്ളിൽ സൂക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണോ കേരളത്തിലുള്ളത്? അതുകൊണ്ടാണോ വിജയസാധ്യത കുറഞ്ഞ അല്ലെങ്കിൽ നേരിയ സാധ്യത മാത്രമുള്ള മണ്ഡലങ്ങളിലേക്ക് കേവലം 2 സ്ത്രീകളെ നിർത്തിക്കൊണ്ട് അവർ തടി തപ്പാൻ ശ്രമിക്കുന്നത്? സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ സ്ത്രീകൾ പൊതു ഇടങ്ങളിലേക്ക് വന്നാൽ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്നൊരു പൊതുബോധം അത് കേരളത്തിൽ മാത്രമല്ല, നേരത്തെ ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെ ലോകത്തിന്റെ എല്ലായിടത്തും പലതരത്തിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പം വോട്ടവകാശം മുതൽ സ്ത്രീകൾ പൊരുതി നേടിയ ഈ ഒരു നിലനിൽപ്പിനുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള മനുഷ്യരാണ് എന്ന് പറയാനുള്ള അവകാശത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്ന അവകാശത്തെ പലപ്പോഴും മുൻപോട്ട് വെക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു സ്ത്രീയുടെ പ്രശ്നത്തെ ഒരു സുരക്ഷിതത്തിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് കാണുന്ന ഒരു പൊതു സാമൂഹ്യ ബോധമുണ്ട്. അപ്പൊ അതാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ സ്ത്രീക്ക് വേണ്ടിയുള്ള സ്ത്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളാണ്. അതാണ് സ്ത്രീകൾ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ പ്രതിഫലനം, പൊതു അധികാര വ്യവസ്ഥയുടെ പ്രതിഫലനം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് സുരക്ഷിതത്വം വേണം. സുരക്ഷിതത്വം വേണ്ടവരാണ് സ്ത്രീകൾ. നേരത്തെ ശ്രീജ പറഞ്ഞു, രാത്രിയിൽ പോലും സ്ത്രീകൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അധികാരത്തിലേറാൻ ഭയപ്പെടുന്നു സ്ത്രീകൾ എന്ന് പറയും. ഇത്തരം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തുല്യാവകാശമുള്ള അല്ലെങ്കിൽ പാതിയിലേറെയുള്ള സ്ത്രീ സമൂഹത്തിന്റെ അവകാശങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും? സ്ത്രീകൾ അധികാരത്തിൽ വരുന്നതിനെ ഭയക്കുന്നതാണോ രാഷ്ട്രീയ പാർട്ടികൾ? അല്ലെങ്കിൽ സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭയമാണോ? അതോ ഇതെല്ലാവർക്കും വിധിച്ചിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണോ? അതോ ഇതിനകത്ത് ജാതി, നേരത്തെ പറഞ്ഞതുപോലെ ലിംഗത്തിന്റെയും ജാതിയുടെയും സമവാക്യങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിനെ ഒരു അധികാരത്തിന്റെ പ്രാതിനിധ്യത്തിലേക്ക് വരുമ്പോൾ അത് സ്ത്രീ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളൂ. അത് തന്നെയാണ് സംഭവിച്ചത്. സംവരണത്തിനുള്ളിലെ സംവരണം എന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു വനിതാ സംവരണ ബില്ലിനെ സോണിയ ജോർജ്, സ്ത്രീ മുന്നോട്ട് വരുന്ന പുതിയ കാലത്തിൽ ഇത് തിരുത്തപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീമതി സോണിയ ജോർജ്, ശ്രീമതി ശ്രീജ നെയ്യാറ്റിൻകര, ശ്രീമതി സുജ സൂസൻ ജോർജ്, ഒപ്പം തന്നെ ശ്രീ KM വേണുഗോപാൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.